പിണറായിയെ കൊണ്ട് കാലെടുത്ത് കുത്താൻ പറ്റാത്ത അവസ്ഥയിലാണ് കേരളത്തിലെ ജനങ്ങൾ. ഇവിടെ മാത്രമല്ല, ചെല്ലുന്നിടത്തെല്ലാം ദുരിതമാണ്. ഡൽഹിയിൽ ചെന്നാൽ അവിടെ തീപിടുത്തം, ബാംഗ്ലൂരിൽ ചെന്നാൽ അവിടെ കുടിവെള്ളം മുട്ടും. ഇനി വിദേശത്ത് പോയാലോ? പാർട്ടി സെക്രട്ടറിയോടും പാർട്ടിയിലെ മറ്റു നേതാക്കളോടും ഒന്നും പറയാതെ പിണറായി വിജയൻ കുടുംബസമേതം വിദേശത്തേക്ക് പുറപ്പെട്ടു. ഈ പിണറായി ഇന്തോനേഷ്യയിൽ ചെന്നപ്പോഴല്ലേ അവിടെ പ്രകൃതി പ്രക്ഷോഭം ഉണ്ടായത്? പിണറായി വരുന്നെന്നറിഞ്ഞ് ദുബായിയുടെ അന്തരീക്ഷം തന്നെ ഒരു മിനിറ്റ് കൊണ്ട് മാറി. അവിടെ നിന്നും ദുബായിൽ വിമാനമിറങ്ങിയപ്പോൾ തുടങ്ങി വർഷങ്ങൾക്ക് ശേഷമുള്ള പ്രളയവും പേമാരിയും ഐസ് മഴയും. ഇത് എങ്ങനെയാണ് മാറിയതെന്നും അവിടുത്തെ കാലാവസ്ഥാ നിരീക്ഷകർക്ക് പോലും കണ്ടെത്താനായില്ല. മണിക്കൂറുകൾക്ക് ശേഷം കേരളത്തിലെ ഒരു മാധ്യമ വാർത്ത കണ്ടപ്പോഴാണ് കാലാവസ്ഥാ നിരീക്ഷകർക്ക് മനസ്സിലായത് ഒരു ദുരന്തം വരാൻ പോകുന്നു എന്ന്. പ്രളയമാണെങ്കിലോ കനത്ത മഴയാണെങ്കിലോ ദുബായിലെ കാലാവസ്ഥാ നിരീക്ഷകർക്ക് റെഡ് അലർട്ട് പ്രഖ്യാപിക്കാമായിരുന്നു. പക്ഷെ വരുന്നത് ഒരു മനുഷ്യനായതുകൊണ്ട് റെഡ് അലർട്ട് പ്രഖ്യാപിക്കാനുള്ള നിയമം ദുബായ് കാലാവസ്ഥാ നിരീക്ഷണത്തിന്റെ കയ്യിലില്ല. യാത്ര മതിയാക്കി കേരളത്തിൽ വന്നിറങ്ങിയപ്പോൾ കാലവർഷം വരാനിരിക്കുന്നതിലും 2 ആഴ്ച മുമ്പ് തന്നെ കുടം കമഴ്ത്തി ഒഴിച്ചു തുടങ്ങി. ഇപ്പോൾ കൊച്ചിയിൽ മേഘ വിസ്ഫോടനമായത്രേ. പിണറായി തിരുവനന്തപുരത്തുണ്ട്. ഇവിടെ പിടിച്ചിരുത്തിയിരിക്കുകയാണ് പാർട്ടി. നാട് വിട്ടു പോയാൽ അവിടുത്തുകാരുടെ തെറിവിളിയാണ് ഇതാ പ്രളയം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞ്. ഇത്രയും നാൾ പ്രളയവും ഉരുൾപൊട്ടലും മാത്രം പേടിച്ചാൽ മതിയായിരുന്നു. എന്നാൽ ഇപ്പോൾ പേടിക്കേണ്ടത് പിണറായിയെയാണ്. അരിക്കൊമ്പന് പോലും കുറച്ച് അരി കൊടുത്താൽ ഒതുക്കി നിർത്താമായിരുന്നു. എന്നാൽ പിണറായി കൊമ്പൻ അങ്ങനെയല്ല. പിണറായി കൊമ്പന്റെ മുന്നിൽ വനം വകുപ്പിന് പോലും മുട്ടുകുത്തേണ്ട അവസ്ഥയാണ്. കട്ടും മുക്കിയുമാണെങ്കിലും വിദേശയാത്ര പോയപ്പോൾ കുറച്ചെങ്കിലും നാടിനും ജനങ്ങൾക്കും ഒരു ആശ്വാസമുണ്ടായിരുന്നു. തീർന്നില്ല, ഇപ്പോൾ അറബിക്കടലിൽ ഭൂചലനം ഉണ്ടായി. എന്തിന് കൂടുതൽ പറയണം? പഠിച്ചിറങ്ങിയ പോലീസുകാർ ഒന്നടങ്കം പാസിംഗ് ഔട്ട് പരേഡിൽ ആദ്യാവസാനം മഴ പെയ്തു കുത്തുന്നത് ഏറ്റവും അവസാനത്തെ കാര്യം. ഇതിലും നല്ല ശകുനം വേറെയില്ലെന്ന് സല്യൂട്ട് സ്വീകരിക്കാൻ വന്ന പിണറായിയെ കണ്ട് അവരടക്കം പറഞ്ഞു. ബാർക്കോഴ വിഷയം ഇപ്പോഴും കെട്ടടഞ്ഞിട്ടില്ല. ഘടകകക്ഷികൾക്കെല്ലാം പേടിയാണ്. കൊള്ളാം, നന്നായി വരട്ടെ എന്ന് പറഞ്ഞാൽ തീർന്നു. അതോടെ എല്ലാത്തിനും മുന്നണിയിൽ തീരുമാനമാകും. പിണറായി തലതൊട്ട് അനുഗ്രഹിച്ച ജനതാദൾ ഇപ്പോൾ മൃതപ്രായമായി. പിടിച്ചു ഒക്കത്തിരുത്തി KB ഗണേശന്റെ പാർട്ടി ഇതാ എല്ലും തോലുമായി. അറിയാതെ ജോസ് കെ മാണി ചോദിച്ചു, ഒരു സീറ്റ് തരുമോ എന്ന്. സീറ്റ് പോയിട്ട് നിൽക്കാൻ ഒരു ഇടം പോലും കിട്ടില്ല ഇങ്ങനെ പോയാൽ. അങ്ങനെ വിദേശ സന്ദർശനത്തിനായി പിണറായി വിജയൻ കാലെടുത്ത് വിമാനത്തിൽ വെച്ചതും വിമാന കമ്പനി തന്നെ പണിമുടക്കി. അങ്ങനെ വിദേശത്തുള്ളവർക്ക് ഇങ്ങോട്ടും ഇവിടെയുള്ളവർക്ക് അങ്ങോട്ടും പോവാൻ പറ്റാത്ത അവസ്ഥയായി. അഴിമതിയുടെ കൂടാരമാണ് ഇടതുപക്ഷം. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും അവരെ സേവിക്കുകയും ചെയ്യേണ്ട ഉദ്യോഗസ്ഥർ തന്നെ ഗുണ്ടകളുടെ കൂടെ ചേർന്നിരിക്കുകയാണ്. ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക് എന്നുണ്ടെങ്കിൽ എന്ത് വിശ്വസിച്ചാണ് ജനങ്ങൾ ജീവിക്കുക? ജനങ്ങളുടെ ഈ ചോദ്യത്തിന് പിണറായി സർക്കാരിന് എന്ത് മറുപടി കൊടുക്കാൻ സാധിക്കും?